ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2016-17 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ഒന്ന് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ ഹാപ്പി പ്രിൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളത് ദ ഹാപ്പി പ്രിൻസിലെ ഒരു പാസേജ് ആണ്. അത് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പാസേജ് ആണ് അല്ലേ. പക്ഷേ നോർമലി നമുക്ക് ചിലപ്പം പാഠഭാഗവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാസേജ് ആയിരിക്കാം, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പാസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല പോം ആയിരിക്കാം. ഇതാണ് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും. അപ്പോൾ തന്നിട്ടുള്ള പാസേജ് എന്താണോ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ഈ പാസേജ് വായിച്ചു നോക്കാം. The mayor was walking in the city square. In the town councillors, he looked at the statue. എന്താണ്, മേയർ സിറ്റി സ്ക്വയറിൽ നടക്കുകയായിരുന്നു കൗൺസിലറുടെ കൂടെ. അപ്പോഴാണ് അദ്ദേഹം ആ സ്റ്റാച്യൂയിലേക്ക് നോക്കിയത്. Oh, how happy the happy prince looks. See, there is a dead bird at his feet. It gives a bad look to our town. എന്താണ്, നോക്കി ഹാപ്പി പ്രിൻസിൻ്റെ ഈ ഒരു സ്റ്റാച്യൂയിലേക്ക് നിങ്ങൾ നോക്കൂ. എത്ര മോശമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബേർഡ് ചത്തിട്ട് അതും അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഈ ഒരു ടൗണിനെ വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത്. ഹി ലുക്സ് ലൈക്ക് എ ബെഗർ വൺസ് കൗൺസിലർ റിമാർക്സ്. അപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഇതിനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു ബെഗറുടെ പോലെ, ഒരു യാചകനെ പോലെയുണ്ടെന്ന് പറഞ്ഞു. സർ, ക്യാൻ വി പുൾ ദ സ്റ്റാച്യു ഡൗൺ? നമുക്ക് ഈ ഒരു സ്റ്റാച്യുവിനെ തകർത്താലോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഐ ആം ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. പുട്ട് മൈ സ്റ്റാച്യു ദർ. മേയർ സ്മൈൽഡ്. എന്താണ്, ഇതിനെ നമ്മൾ കളഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ സ്റ്റാച്യു വേണമെങ്കിൽ അവിടെ വെക്കാം. യുവർ സ്റ്റാച്യു. ദ കൗൺസിലർ ലുക്ക് അറ്റ് ഈച്ച് അതർ. നിങ്ങളുടെ സ്റ്റാച്യു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ബട്ട് അവർ ഹാപ്പി പ്രിൻസ്, വി ഓൾ ലവ്ഡ് ആൻഡ് അഡ്മയർ ഹിം എ ലോട്ട്. അനദർ കൗൺസിലർ ആഡഡ്. അപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഹാപ്പി പ്രിൻസ് ആണ്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ. അഡ്മയർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് അടുത്തൊരു കൗൺസിലറും പറഞ്ഞു. നോ, മൈ സ്റ്റാച്യു വിൽ ബി ദർ ഇൻ ദ സിറ്റി. മേയർ റൈസ്ഡ് ഹിസ് വോയിസ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ സ്റ്റാച്യു ഞാൻ ഈ സിറ്റിയിലെ വേറൊരു സ്ഥലത്ത് വെച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇതാണ് തന്നിട്ടുള്ള പാസേജ്. ഇനി ഓരോ ചോദ്യവും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് വാസ് ദ ഹാപ്പി പ്രിൻസ് കമ്പയർഡ് ടു? എങ്ങനെയാണ് ഹാപ്പി പ്രിൻസ് കമ്പയർ ചെയ്തത്? അതിനെ എന്ത് വെച്ചിട്ടാണ് എങ്ങനെ കമ്പയർ ചെയ്തത്? ദ ഹാപ്പി പ്രിൻസ് കമ്പയർഡ് എ ബെഗർ, അല്ലെ, ഒരു ബെഗറുടെ രീതിയിലാണ് അതിനെ കമ്പയർ ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോ, മൈ സ്റ്റാച്യു വിൽ ബി ദർ ഇൻ ദ സിറ്റി. ദ മേയർ റൈസ്ഡ് ഹിസ് വോയിസ്. ഡു യു അഗ്രി വിത്ത് ദ മേയേഴ്സ് ഡിസിഷൻ? വൈ? മേയർ പറഞ്ഞു, എൻ്റെ സ്റ്റാച്യു ഞാൻ ഈ സിറ്റിയിലെ വേറെ സ്ഥലത്ത് വെച്ചോളാം എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഗ്രി ചെയ്യുന്നുണ്ടോ? നോ, ഐ ഡോണ്ട് എഗ്രി വിത്ത് മേയേഴ്സ് ഡിസിഷൻ ബിക്കോസ് ദർ വി നീഡ് ദ സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ് സോ എവ്രി വൺ സോറോസ് ഫ്രം ദർ. എന്താണ്, എനിക്ക് ഈ ഒരു മേയറുടെ ഇത് വെക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താണ്, ഹാപ്പി പ്രിൻസിൻ്റെ ആ ഒരു ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായത്. അതുപോലെ തന്നെയാണ് അതെല്ലാവർക്കും ഒരു സോറോസ് പ്ലേസ് ആയിട്ടാണ് അവർ കാണുന്നത്. തേർഡ് വൺ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ടു കൺസിഡർ സംബഡി വിത്ത് റെസ്പെക്ട്. മറ്റുള്ളവരെ ഒരു റെസ്പെക്റ്റോടെ കൂടിയിട്ട് നമ്മൾ കെയർ ചെയ്യുന്നതിനെ പറയുന്ന ഒരു വാക്ക് ഈ ഒരു പാസേജിലുണ്ട്. ഇവിടെ കുറച്ച് വാക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൽ മതി. ലവ്, റൈസ്, അഡ്മയർ, ഹാപ്പി. ഏതാണ്? അഡ്മയർ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ കൗൺസിലേഴ്സ് റിക്വസ്റ്റഡ് ദ മേയർ ടു കീപ് ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ് ഇൻ ദ സിറ്റി. നമ്മുടെ കൗൺസിലർ പറഞ്ഞു ഈ ഒരു ഹാപ്പി പ്രിൻസിനെ സിറ്റിയിൽ തന്നെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. വി നോ ദാറ്റ് ദർ ആർ മെനി വേസ് ഓഫ് എക്സ്പ്രസിംഗ് റിക്വസ്റ്റ്. റൈറ്റ് എ സെൻറ്റൻസ് ഇൻ ദ ഫോം ഓഫ് എ റിക്വസ്റ്റ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരുപാട് നമുക്ക് പല രീതിയിലും ഇത് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രീതി നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് എഴുതി നോക്കാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. The Pied Piper came to the town for Hamelin. We met the mayor to discuss the problems in the city. എന്താണ്, പൈഡ് പേപ്പർ വന്നു നമ്മുടെ ഈ ഒരു അവിടെ സിറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വാട്ട് വുഡ് ബി ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പൈഡ് പേപ്പർ ആൻഡ് ദ മേയർ? എന്താണ് പൈഡ് പേപ്പറും മേയറും തമ്മിൽ ഉണ്ടാകാവുന്ന കോൺവെർസേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഈ കോൺവെർസേഷൻ എഴുതലാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പർ എന്ത് പറയും? ഗുഡ് മോർണിംഗ്. അപ്പോൾ മേയർ ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറയും. വൈറ്റ് പേപ്പർ ചോദിക്കും, ഐ നോ അബൌട്ട് ദ റാറ്റ് പ്രോബ്ലം ഇൻ ദ ഹാമിലിൻ. എന്താണ് ഈ ഹാമിലിനിലെ റാറ്റിനെ പറ്റിയുള്ള ആ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കും. മേയർ എന്താ പറയുക? റാറ്റ്സ് ആർ സീരിയസ് പ്രോബ്ലം. റാറ്റിനെ കുറിച്ചുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒന്നാണ്. വൈറ്റ് പേപ്പർ പറയും, ഐ വിൽ ഗെറ്റ് റൈഡ് ഓഫ് ഓൾ ദ റാറ്റ്സ്. വാട്ട് വുഡ് മൈ റിവാർഡ് ബി? എന്താണ്, ഞാൻ ഇതിനെയെല്ലാം ഇവിടുന്ന് തുരത്തി ഓടിക്കാം, നിങ്ങൾ എന്താണ് എനിക്ക് തരിക എന്ന് ചോദിക്കും. അപ്പോൾ എന്താ മേയർ പറയാ? മേയർ പറയുന്നുണ്ട് 10,000 ഗോൾഡ് കോയിൻ ഫ്രം അവർ ട്രഷർ. ഞങ്ങൾ ട്രഷറിൽ നിന്ന് 10,000 ഗോൾഡ് കോയിനാണ് തരുന്നത്. വൈറ്റ് പേപ്പർ പറയും, ഇനി എ ഡേയ്സ് ടൈം ഹെമിലിയൻ വിൽ ഹാവ് നോ റാറ്റ്സ്. ഒരു ദിവസത്തെ സമയം തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാമിലിയിൽ നിന്ന് എല്ലാ റെഡ്സിനെയും ഞാൻ ഒഴിവാക്കി തരാം. മേയർ പറയും, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ബിലീവ് ദാറ്റ് എ സിംഗിൾ മാൻ കുഡ് ഡു ഇറ്റ്. ഈ ഒരു സിംഗിൾ മാന്, നിങ്ങൾ ഒരാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വൈറ്റ് പേപ്പർ പറയും, ഐ വിൽ ഡു എവ്രിതിങ്, ഡോണ്ട് വറി, ഞങ്ങൾ പേടിക്കേണ്ട, ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയായിരിക്കും വൈറ്റ് പേപ്പറും മേയറും തമ്മിൽ നടക്കാനിടയുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. തേർഡ് ആക്ടിവിറ്റി, യു ഹാവ് എൻജോയ് ദ സ്റ്റോറി ഓഫ് ടോട്ടോ-ചാൻ. ടോട്ടോ-ചാൻ ആൻഡ് യുസുക്കി-ചാൻ ക്ലൈംബ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. Both of them were so happy. It was the first time Yasuki-chan ever climbed a tree. It was an unforgettable experience for him. He wanted to share it with his friends Angio-chan. He wrote a letter him describing his experience. അപ്പോൾ നമുക്കറിയാം ടോട്ടോ-ചാൻ്റെ സ്റ്റോറി നമുക്കറിയാവുന്നതാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടോ-ചാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം എന്താണ്, യസുക്കി-ചാൻ ഇതുവരെ ഒരു ട്രീയും കയറിയിട്ടില്ല, കാരണം അവർക്ക് പോളിയോ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ് ടോട്ടോ-ചാൻ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പോൾ റൈറ്റ് ദ ലെറ്റർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലെറ്ററിൽ നിങ്ങൾക്കറിയാം ഫ്രം ഒക്കെ കൊടുക്കണം. ഫ്രം ആരാണ്? ആംഗിയോ-ചാൻ. പിന്നെ ഏതെങ്കിലും ഒരു പ്ലേസോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം എഴുതേണ്ട കണ്ടന്റ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, റിസീവ്ഡ് യുവർ ലെറ്റർ. നിന്റെ ലെറ്റർ എനിക്ക് ലാസ്റ്റ് വീക്ക് കിട്ടി. ലാസ്റ്റ് വീക്ക് ആൻഡ് വി ആർ വെരി ഗ്ലാഡ് ടു നോ ദാറ്റ് യു ആർ ക്വറ്റ് വെൽ. ലാസ്റ്റ് വീക്ക് നിന്റെ ലെറ്റർ എനിക്ക് കിട്ടി, നീ വളരെയധികം സന്തോഷത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിയർ ഓൾസോ എവ്രിബഡി ആർ ഡൂയിങ് വെൽ. ഇവിടെ എല്ലാവരും ഭയങ്കര ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. ഐ ആം ഷെയറിങ് ദ ഹാപ്പിനെസ് വിത്ത് യു. ആ ഒരു ഹാപ്പിനെസ് ഞാൻ നീയുമായിട്ട് പങ്കുവെക്കുകയാണ്. ടുഡേ ഐ ഹാവ് ക്ലൈംഡ് എ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോട്ടോ-ചാൻ. എന്താണ്, ടോട്ടോ-ചാൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ ഇന്ന് മരത്തിൽ കയറി എന്നാണ് പറയുന്നത്. മൈ ലെഗ്സ് ആർ എഫക്റ്റഡ് ബൈ പോളിയോ ബട്ട് ടോട്ടോ-ചാൻ എൻകറേജ്ഡ് ഹാസ് പുട്ട് മീ ഓൺ ദ ട്രീ. പക്ഷേ ടോട്ടോ-ചാൻ എന്നെ ആ ഒരു പോളിയോ ആയിട്ട് പോലും എന്നെ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തു. വി സാറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ ആൻഡ് സോ മെനി സൈറ്റ്സ്. ഞങ്ങൾ ആ ഒരു മരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരുന്നിട്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടു. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ ലെറ്റർ. ഞാൻ എൻ്റെ ലെറ്റർ സ്റ്റോപ്പ് ചെയ്യാണ്. കൺവേ മൈ ബെസ്റ്റ് റിഗാർഡ്സ് ടു എവ്രിബഡി അറ്റ് ഹോം. എൻ്റെ ബെസ്റ്റ് റിഗാർഡ്സ് ഞാൻ നിൻ്റെ വീട്ടിലെല്ലാവരെയും അറിയിക്കുന്നു. ഗോഡ് പ്ലസ് യു. ഓക്കെ, എന്നിട്ട് താഴെ എന്താണ്, വിത്ത് ലവ്. ആരാണ് എഴുതുന്നത്? വിത്ത് ലവ് യാസുക്കി-ചാൻ എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, യു ഹാവ് റീഡ് ദ സ്റ്റോറി ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. യാസുക്കി-ചാൻ ആൻഡ് ടോട്ടോ-ചാൻ വേർ ക്ലോസ് ഫ്രണ്ട്സ്. യു ലൈക്ക് യാസുക്കി-ചാൻ ഡോണ്ട് യു? നിങ്ങൾക്ക് യാസുക്കി-ചാനെ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. യാസുക്കി-ചാനെയും ടോട്ടോ-ചാനെയും നമുക്കറിയാവുന്നതാണല്ലേ. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹിം. അപ്പോൾ അവനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? യാസുക്കി-ചാൻ വാസ് എ ബോയ് വിത്ത് പോളിയോ. യാസുക്കി-ചാൻ എന്ന് പറയുന്നത് പോളിയോ ബാധിതയായ ഒരു ബോയിയാണ്. യാസുക്കി-ചാൻ ആൻഡ് ടോട്ടോ-ചാൻ സ്റ്റഡീഡ് അറ്റ് എ ടോമിയോ സ്കൂൾ. അവർ രണ്ടുപേരും പഠിക്കുന്നത് ടോമിയോ സ്കൂളിലാണ്. ദ സ്കൂൾ ദേ ഹാഡ് എ ട്രീ ഫോർ ഈച്ച് അതർ ടു പ്ലേ. എന്താണ്, സ്കൂളിൽ ഒരു ട്രീ ഉണ്ട്, മറ്റുള്ളവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രീ ഉണ്ട്. യാസുക്കി-ചാൻ ഹാഡ് നെവർ ക്ലൈംബ് എ ട്രീ. യാസുക്കി-ചാൻ ഒരിക്കലും ആ മരം കയറിയിട്ടില്ല. സോ ടോട്ടോ-ചാൻ വാസ് ലോഡിങ് ദ ട്രീ. ടോട്ടോ-ചാൻ എന്ത് ചെയ്തു? അവരെ ആ ഒരു ട്രീയിൽ കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ദി ഗ്രേറ്റ് ഡിഫിക്കൽട്ട് ഗോട്ട് ഹിം അപ്പ് ദ ട്രീ. പക്ഷെ അത് വളരെയധികം ഈസി ഒന്നും ആയിരുന്നില്ല. യാസുക്കി-ചാൻ വാസ് ഏബിൾ ടു സീ വിസ്റ്റാസ് ദ ഹാഡ് നെവർ ക്ലൈംബ് ബിഫോർ. എന്താണ്, അതിൻ്റെ മുന്നേ ഒരിക്കലും യാസുക്കി-ചാൻ അതിൽ കയറിയിട്ടില്ല, അവിടെ ഇരുന്നിട്ട് ഒന്നും കണ്ടിട്ടുമില്ല. ദ സാറ്റ് ഓൺ ദ ട്രീ ആൻഡ് ടോക്ക്
ഫോർ എ വൈൽ ഇൻ എ ഫ്രണ്ട്ലി മാനർ. എന്താണ്, അങ്ങനെ അവർ ആ ഒരു മരത്തിൻ്റെ ടോപ്പിൽ കയറുകയും അവിടെ ഇരുന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാം വളരെയധികം ഈസി ആവുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.